ഇതിൻ്റെ ചിലവും നമ്മൾ സാധാരണ പ്ലാസ്റ്റർ ചെയ്ത് പെയിൻ്റ് അടിക്കുന്നതിൻ്റെ ചിലവും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫുൾ വർക്കിന് ഏകദേശം ഒരു 5 ലക്ഷം രൂപ കൂട്ടും 1000 സ്ക്വയർ ഫീറ്റിന്. അപ്പോൾ ഇത് സാധാരണ മറ്റ് പ്ലാസ്റ്റർ ചെയ്ത് പെയിൻ്റ് അടിക്കുമ്പോഴും നല്ല ചിലവ് വരില്ലേ. ഞങ്ങൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റിലാണ് പ്രഭാരാട്ട നമ്മൾ ഫുള്ള് കാണിച്ച് നല്ല ഫിനിഷ് ആയിട്ടുള്ള സൈറ്റ് ഇതുവരെ കാണിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് നമുക്ക് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കണ ഒരു സൈറ്റ് കാണിക്കാം. അത് ഞങ്ങൾ പാലക്കാട് ജില്ലയിൽ കൊപ്പം മുളയങ്കാവ് അല്ലേ, മുളയങ്കാവിനടുത്തുള്ള വലിയൊരു സൈറ്റാണ്. അപ്പോൾ ഇവിടെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ വർക്ക് നടക്കുമ്പോൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു ഫിനിഷ്. ഇത് കല്ല് കുറച്ച് മോശമാണ്, അതിൻ്റെ പേരിൽ വർക്ക് കുറച്ച് മോശമാണെന്നാണ് പറയുന്നത്. തൃപ്തിയല്ല, പൂർണ്ണമായിട്ടും തൃപ്തിയല്ല. പക്ഷെ ഇവിടുന്ന് ഇങ്ങനെ ഒറ്റത്തോട്ടത്തിന് കാണുമ്പോൾ കുഴപ്പമൊന്നും കാണുന്നില്ല. നല്ല ലെവലിൽ തന്നെ ഇട്ടുണ്ട്. ഇത് വിചാരിച്ച അത്ര നല്ല കല്ലല്ല അല്ലേ. കല്ല് ഇതിന്റെ എഡ്ജ് കിട്ടണല്ലോ, എഡ്ജ് കംപ്ലീറ്റ് അടന്നു പോവാ. ഇതേപോലെ ചെത്തുന്ന സമയത്ത് ഇതേപോലെ അങ്ങ് അടന്നു പോകും. ഇതിലൊക്കെ മണ്ണിന്റെ കൂട്ടുണ്ട്. അത് കാരണം ഇത് അവിടെ എത്തുമ്പോ അങ്ങോട്ട് അടന്നു പോകും. നല്ല കല്ലാണോ അല്ലേ. അതുണ്ടോ, അതിലെ ഓരോ ഭാഗങ്ങളിലും കാണാം കല്ലിന്റെ. അപ്പൊ ഇതുപോലെ നമ്മൾ ഫിനിഷ് ആയ വർക്ക് എടുക്കുന്ന സമയത്ത് നല്ല കല്ല് ആവണം എന്നുള്ളത് നിർബന്ധമാണ്. ഇങ്ങനെയാണ് ഉണ്ടാവുക. അതെ, ഇത് ഇനിയിപ്പോ പക്ഷെ ഇത് ഫിനിഷിങ്ങില് നല്ല കല്ല് ചെയ്താലും ഇത് ചെയ്താലും ഫിനിഷിങ്ങിൽ ഒരേ കണ്ടീഷൻ ആയിരിക്കും. ഇത് ഫുള്ളായിട്ട് നമ്മൾ മണ്ണുകൊണ്ട് പൊട്ടിയിടണ പോലെ ചെയ്യും, ഒക്കെ അടയ്ക്കും. എന്നിട്ട് അത് ഗ്രൈൻഡ് ചെയ്തിടും. അപ്പോൾ ഇതിൽ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ കമൻറ്റിൽ റേറ്റ്, നമ്മളെ ഈ ഒരു വർക്കിൻ്റെ റേറ്റൊക്കെ ചോദിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പല റേറ്റിലും പലരും ചെയ്യാറുണ്ട്. ഓരോരുത്തരും ഓരോ ശൈലിയാണ്, ഓരോ രീതിയാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ കുറെ കാലമായിട്ട് ഒരു 135 രൂപയ്ക്ക് ചെയ്തിരുന്നത്. പക്ഷെ ഇനിയിപ്പോൾ അത് പറ്റില്ല, കുറച്ചും കൂടി കൂട്ടണം. എന്നാലും അധികമൊന്നും കൂട്ടണ്ട. ഒരു ആവറേജ് ഒരു 150 രൂപയ്ക്കാണ് സാധാരണ അധികം ആളുകൾ ഇത് ചെയ്യുന്നത്. എനിക്ക് ഇനിയിപ്പോൾ ഞാൻ കൂട്ടിയാലും ഒരു 5 രൂപയും കൂടിയേ കൂട്ടുള്ളൂ, 140 അത്ര രൂപയെ കൂട്ടുള്ളൂ. അതായത് ഇതിൻ്റെ വർക്ക് എന്ന് പറയുമ്പോൾ ഈ കല്ല് നമ്മളെ മെഷീൻ ഉപയോഗിച്ചിട്ട് ഈ സൈസിൽ ചെത്തിയെടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ച് പടവ് ചെയ്യും. ഒട്ടിച്ചല്ല, അത്യാവശ്യം സിമെന്റ് ഇട്ട് പടവ് ചെയ്യും. ചെറിയൊരു സിമെന്റ് ഇട്ട്. സാധാരണ നമ്മൾ ഇടുന്ന സിമെന്റ് എന്തായാലും ഇതിൽ ഇടണില്ലല്ലോ, അത്ര ഇടുന്നില്ല. ഇതിന്റെ ഉള്ളിൽ ഒരു ചാക്ക് സിമെന്റ് ഉണ്ടെങ്കിൽ എങ്ങനെയായാലും ഒരു 300-350 ഒരു ചാക്ക് സിമെന്റ് കൊണ്ട് 350 കല്ലാണ് ഇതുകൊണ്ട് പഠിക്കാൻ കഴിയുക ഏകദേശം അല്ലേ. ഏകദേശം കയ്യിൽ കുറയില്ല, കൂടെ ഉള്ളൂ. ഇതിന്റെ പുറംഭാഗം അങ്ങനെ ഉണ്ടാവും, ഇതേ ലെവലിൽ തന്നെ ഉൾഭാഗം ഉണ്ടാവും. അതാ ഉള്ളാട്ടോ, അതിന്റെ ഉൾഭാഗമാണ് അവിടെ കാണുന്നത്. അതാണ് അതിന്റെ ഉള്ളിൽ വരിക. ഉള്ളിലും പുറത്തും നമ്മൾ പുട്ടി, അതായത് ഇതിൻ്റെ മണ്ണിൻ്റെ കളറിലുള്ള മഡ് പേസ്റ്റ് ആക്കിയിട്ട് അടച്ചിട്ട് ഗ്രൈൻഡ് ചെയ്യും. അപ്പോൾ ഈ പടവിന് മാത്രമുള്ള റേറ്റാണിത്. മറ്റേത് ഗ്രൈൻഡ് ചെയ്യണതും പുട്ടിയിടുന്നതൊക്കെ അത് വേറെ കൂലിപ്പണി അല്ലേ. നമ്മൾ പുട്ടിയിടുമ്പോൾ എന്താ വെച്ചാൽ ഈ ഇതിലും കയറും, അതോടൊപ്പം ഈ ഹോളുകളിലും കയറും. അതെ. അപ്പൊ ഇതിൽ കയറുന്ന ജോയിന്റ് കല്ലിന്റെ ഇത് മാതിരി തന്നെ അടയും. ഇതൊക്കെ ടെക്സ്ചർ മാതിരി നിൽക്കും. അതൊന്നും പിന്നെ അത് ടെക്സ്ചർ, അത് ആ പുട്ടിയാണെന്നുള്ള അറിയില്ല. പുട്ടിയല്ല, മഡ് പേസ്റ്റ് ആണെന്ന് അറിയില്ല. അതായത് മണ്ണും സിമെന്റും പിന്നെ റെഡ് ഓക്സൈഡ്, യെല്ലോ ഓക്സൈഡ്. അത് ഒരു കണക്കുണ്ട്. ഏകദേശം അത് കല്ലിന്റെ ഏകദേശം ആ ടോൺ കിട്ടാവുന്ന രീതിയിലുള്ള കളർ ഉണ്ടാകും. പിന്നെ ആ ലൈനും കൂടി വരുമ്പോൾ അതിന്റെ ജോയിന്റും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ അവിടെ ക്ലിയർ ആക്കി കൊണ്ടുവരുന്നുണ്ട്. ഇതിന്റെ മെയിനായിട്ട് ഇതിന്റെ കല്ലിന്റെ ശ്രദ്ധിക്കാനുള്ള സംഭവം എന്ന് പറയുമ്പോൾ ഇവിടെയാണ് അല്ലേ. ഈ ഒരു വാതിൽ വരുന്ന ഇവിടെയൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്. ഇവിടെയൊക്കെ കറക്റ്റ് ആയിരിക്കണം. ഇവിടെ പിന്നെ വേറെ പ്ലാസ്റ്ററിങ്ങും ബോർഡറും കാര്യങ്ങളൊന്നും വരുന്നില്ല. അത് തന്നെ ഫിനിഷ് ചെയ്യുള്ളൂ. ഇതൊക്കെ ഗ്രൈൻഡ് ചെയ്ത് ശരിയാക്കുള്ളൂ. ഇതൊക്കെ ഗ്രൈൻഡ് ചെയ്ത് റെഡി ആക്കുള്ളൂ. ഇതിൽ പിന്നെ പ്ലാസ്റ്ററിങ്ങിന്റെ ഒരു സംഭവം എവിടെയും വരുന്നില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാർ സംശയം ചോദിച്ചെന്നുള്ളത് ഇതിന്റെ വയറിങ്ങിന്റെ വെട്ടിപ്പൊളിക്കുമല്ലോ, അതെങ്ങനെ പോയിന്റ് ചെയ്യുന്നുള്ളതാണ്. അത് കുറച്ച് താഴ്ത്തിയിട്ട് പൊളിക്കണം. അത് ശരിക്കും മെഷീൻ ഇട്ട് തന്നെ കട്ട് ചെയ്തിട്ട് കഴിയുന്ന ഉളിക്ക് ചുറ്റിയേക്ക് അടിക്കരുത്. എന്നിട്ട് മറ്റേ ഇത് വെച്ചിട്ട് അടത്തിയെടുത്തതിന് ശേഷം കുറച്ച് താഴ്ച കൂട്ടുക. ഒരു 1/2 ഇഞ്ച്, ഒരു സെന്റിമീറ്റർ കൂട്ടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് അതിൽ ഞങ്ങൾ പോയിന്റ് ചെയ്യണ പേസ്റ്റ് വെച്ച് അടയ്ക്കാം. അല്ലെങ്കിൽ പണ്ടത്തെ മൊസൈക്ക് ചെയ്യില്ലേ, അതേമാതിരി കല്ല് കുറച്ച് കുത്തിപ്പൊടിച്ചെടുക്കുക. കുത്തി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് അതും ഈ പോയിന്റ് ചെയ്യണ മെറ്റീരിയലിൽ കൂടെ കൂട്ടിയിട്ട് അങ്ങോട്ട് വെച്ച് അടച്ചു കൊടുത്തിട്ട് ഗ്രൈൻഡ് ചെയ്താൽ കല്ല് തന്നെയായി. അതാണ് അതിന്റെ മെത്തേഡ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അത് അവിടെ പെട്ടിപ്പൊളിച്ച ഭാഗം അറിയില്ല അല്ലേ. അങ്ങനെ ആവുമ്പോൾ അറിയില്ല, പെട്ടെന്ന് അറിയില്ല എന്നല്ല, പെട്ടെന്ന് അറിയില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ ബാത്റൂം വരുന്ന കല്ല് നടു പൊളിച്ചിട്ടാണ് വെച്ചത് അല്ലേ. അത് 10 സെന്റിമീറ്റർ ഉള്ളൂ. അവിടെ അതേമാതിരി 10 സെന്റിമീറ്റർ ഉള്ളൂ. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നില്ലേ. കോൺക്രീറ്റ് കട്ട ഒഴിവാക്കാൻ വേണ്ടി വെച്ചിട്ടാണ് ഇത് ചെയ്തത്. കല്ലിന്റെ സ്ട്രെങ്ത് ഒന്ന് വേറെ തന്നെയാണ്. കല്ല് എത്ര കാലം കഴിഞ്ഞാലും കല്ലായിട്ട്. കോൺക്രീറ്റ് കട്ട ഒരു 35 വർഷമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ചെത്തി 6 ഭാഗം ചെത്തൂലത് എല്ലാ ഭാഗം
ഒരു ഭാഗം ഈ ഭാഗം ചെത്തൂല. അതായത് കാരണം ഇത് വീതിയാ. വീതി നമ്മൾ ചെത്തി കഴിഞ്ഞാൽ ഇതിപ്പോ 20 സെന്റിമീറ്റർ കല്ല് ഓൾറെഡി ഉള്ളൂ. ഇവിടെയും ഇപ്പുറം ചെത്തി കഴിഞ്ഞാൽ കല്ല് കുറെ കുറയും. അപ്പൊ ഇവിടെ ഒരു 5 mm താഴെ കളയുന്നുള്ളത്. നീളം ഇതിപ്പോ 33 ഉള്ളത്. കാരണം ഈ കല്ല് ഇത്തിരി മോശമായതിന്റെ വില 34 ഉൾസൈഡ്. അത് ഉൾസൈഡ്. അവിടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്താൽ മതി. ഇപ്പൊ കല്ല് പണിയുമ്പോൾ ഉള്ളും പുറം തൂക്കായിരിക്കും. അത് കഴിഞ്ഞാൽ മൊത്തം ഇതേമാതിരി മഡ് പേസ്റ്റ് ഇവിടെ വെച്ചിട്ട് ചെയ്യണ മാതിരി തന്നെ അപ്പുറത്ത് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഫിനിഷിംഗ് ആയി അവിടെ. ഓക്കെ. അപ്പം ഈ സൈഡ് 3 ഭാഗം 4 ഭാഗം ചെത്തിയാൽ മതി. 1 2 3 4 അങ്ങനെയാണ്. ശരിക്കും വേണമെങ്കിൽ ഇപ്പുറം കൂടെ ചെത്താം, ഇവിടെ വേണമെങ്കിൽ ചെത്താം. അതിന്റെ ആവശ്യമില്ലാന്നുള്ളതിന്റെ പേരിൽ ചെത്താതിരിക്കുക. അത് ചെത്തുന്ന ഒരു എക്സ്ട്രാ പണി വരുന്നില്ല. അത് തിരിച്ചു വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗം കട്ട് ചെയ്ത് പോകും. അപ്പോൾ അതിന്റെ ചെലവ് എന്ന് പറയുമ്പോഴേ ഏകദേശം ഇതിന് ഒരു 150 രൂപ പടുക്കാനും പിന്നെ ഒരു ഫിനിഷിംഗ് വർക്കിന് ഒരു 50 രൂപേൻ്റെ അതിന് വരും. അതായത് ഇത് പുട്ടിയിട്ട് ഗ്രൈൻഡ് ചെയ്ത് പിന്നെ വരയിട്ട് ക്ലിയർ അടിക്കാനും 50 രൂപ, ഏകദേശം ഒരു 200 രൂപേൻ്റെ ആ ഒരു ലെവലിൽ കാണണം. ഒരു കല്ലിന് കാണണം. ഒരു കല്ല് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു സ്ക്വയർ ഫീറ്റ് ഇല്ല. ഒരു സ്ക്വയർ ഫീറ്റ് ഇല്ല. ഒരു 17 സെന്റിമീറ്റർ വീതിയും ഒരു 34 സെന്റിമീറ്റർ നീളം. ഒരു സ്ക്വയർ ഫീറ്റിൽ ലേശം കുറച്ചല്ല, ഏതാണ്ട് ഒരു 3/4 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 3/4 സ്ക്വയർ ഫീറ്റ് ആണ് ഒരു കല്ലുണ്ടാവുക. ഒരു കല്ലിന് ഏകദേശം ഒരു 200 രൂപേൻ്റെ അടുത്ത് വരട്ടെ. ഫുൾ വർക്ക് കഴിയുമ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടിന് ഏകദേശം ഒരു 5 ലക്ഷം രൂപ എത്ര. അത് 2000 കല്ലിൻ്റെ ഏറെ വരും. 2500 കല്ല് വരും. 2500 കല്ല് വരും 1000 സ്ക്വയർ ഫീറ്റിന്. അപ്പോൾ ഏകദേശം ഒരു 5 ലക്ഷം രൂപേൻ്റെ ഒരു ചെലവ്. അതിലൊരു കുറവ് വരും. ഈ ഉൾഭാഗം അടുക്കളയിലും ബാത്റൂമിന്റെ ഒക്കെ ഇതിന് ഈ ഇങ്ങനത്തെ വർക്കിന്റെ ആവശ്യമില്ല. അത് വേണമെങ്കിൽ സാധാരണ പടവ് ചെയ്താൽ മതി. അല്ല, ഞാൻ ഇതിന്റെ ചെലവും നമ്മൾ സാധാരണ പ്ലാസ്റ്റർ ചെയ്ത് പെയിന്റ് അടിക്കുന്നതിന്റെ ചെലവും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഫുൾ വർക്കിന് ഏകദേശം ഒരു 5 ലക്ഷം രൂപ കൂട്ടും 1000 സ്ക്വയർ ഫീറ്റിന്. അപ്പോൾ ഇത് സാധാരണ മറ്റ് പ്ലാസ്റ്റർ ചെയ്ത് പെയിന്റ് അടിക്കുമ്പോഴും നല്ല ചിലവ് വരില്ലേ? പ്ലാസ്റ്റിങ്, പുട്ടിയിടല്, പെയിന്റ് അടിക്കൽ. അത് മാത്രമല്ല വർഷാവർഷം അല്ലെങ്കിൽ ചളിയാവുമ്പം ആ പെയിന്റ് മാറ്റി കൊടുക്കുമ്പോൾ ഒരു ഭീമമായ സംഖ്യ വരില്ലേ? പെയിന്റിങ്ങിന് ഒരുപാട് പൈസ വരുമല്ലോ. ഇതൊരു പ്രാവശ്യം ആ ഒരു ക്ലിയർ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ടൈമാണ്. പിന്നെ ഇതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് കഴുകുക. പിന്നെ ഇതിൽ നിങ്ങൾ പറഞ്ഞ പോലെ 5 വർഷം കൊണ്ട് ആ ഒരു പൈസ മുതലാവും. 5 വർഷം കൊണ്ട് ഇതിന് വരുന്ന എക്സ്ട്രാ ചെലവ് മുതലാവും. പിന്നെ ഇത് ചെയ്യുന്നത് അധികം ഇത് ഇഷ്ടപ്പെടുന്ന ആളുകൾ, ഈ ചെങ്കല്ലിന് തന്നെ വേണമെന്ന് ഇതിനോട് താല്പര്യമുള്ള ആളുകളാണ് അധികം വരിക. അവർ ഇതിന് കേൾക്കുമ്പോൾ ഒരു വലിയ സംഖ്യയായിട്ട് തോന്നും, 200 രൂപ എന്നൊക്കെ പറയുമ്പോൾ അല്ലേ? നമ്മളൊരു പടവും ഫിനിഷിംഗ് വർക്കും ക്ലിയർ അടിക്കലെല്ലാം കൂടി 200 രൂപേൻ്റെ അടുത്ത് വരുമല്ലോ. അപ്പോൾ അതൊരു വലിയ ചിലവായി തോന്നും. പക്ഷേ അത് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്ര ഒരു ചിലവായിട്ട് ഞാനിപ്പോൾ നോക്കുന്ന സമയത്ത് തോന്നണില്ല. അല്ല, ശരിക്കും അങ്ങനെയാണ്. അധികം അത് അത്ര വലിയ ചിലവല്ല. മറ്റുള്ള ഇതുകളൊക്കെ നമ്മൾ സാധാരണ കല്ലിന്റെ പടവ് എന്ന് പറയുമ്പോൾ കല്ലിന്റെ പടവ് സാധാരണ ആളുകൾ ചിന്തിക്കുള്ളൂ. അപ്പൊ ഇതിൽ പ്ലാസ്റ്ററിങ്ങും പെയിന്റിങ്ങും എല്ലാം ഒഴിവായി എന്നുള്ള ആരും ചിന്തിക്കുന്നില്ല. പിന്നെ വേറൊരു കാര്യം ഇതിൽ കൂടെ എടുത്ത് പറഞ്ഞോട്ടെ, വളരെ സൂക്ഷിച്ച് പറയേണ്ട കാര്യം ഒന്നുണ്ട്. അധികം ആളുകളും ഇതിൽ തേപ്പില്ലല്ലോ, ചെലവ് കുറവല്ലേ, അങ്ങനെ ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് തേക്കാതെ പടുക്കാന്ന് ഉദ്ദേശിച്ച് വരുന്നുണ്ട്. ഒരിക്കലും വരരുത് കേട്ടോ. കല്ലിന്റെ തേക്കാതെ പടവിന് ചെലവ് കൂടും. 15% കുറയാതെ 15%-ന് 20% ഇടയ്ക്കുള്ള കാശ് കൂടും. അതായത് ഒരു സ്ക്വയർ ഫീറ്റിന് ഒരു 1900 രൂപ ഉണ്ടെങ്കിൽ പ്ലസ് ഒരു 20% കൂടെ കൂട്ടിക്കോ. അത് അങ്ങനെ കാണണം നമ്മൾ. അതായത് നമ്മൾക്കിത് കാണുമ്പോൾ വിചാരിക്കും, ഇത് ചെങ്കല്ല് മാത്രം ഇങ്ങനെ വെച്ചാൽ മതില്ല, അതിനിപ്പോൾ തേപ്പ് ഒഴിവായില്ല, പെയിന്റിങ് ഒഴിവായില്ലെന്ന് വിചാരിക്കും. പക്ഷേ വർക്ക് കൂടെ അനുസരിച്ച് നമ്മളൊരു വർക്ക് കൂടുന്നുണ്ട്. ഫിനിഷിംഗ് വർക്കാണ്, പ്രീമിയം വർക്കാണ്. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് അതിൻ്റെ ചിലവ് കാര്യങ്ങളൊക്കെ വരുന്നത്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ പ്രഭാരാട്ട വിളിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായില്ലേ? അയ്യോ, 2 ദിവസം ഞാൻ ടെലിഫോൺ എക്സ്ചേഞ്ച് മാതിരിയായി പോയി. അപ്പോൾ നമ്മളിപ്പോൾ ഇത് സാധാരണ പണിയെടുക്കുന്ന ആളാണ്, ഇതൊക്കെ നടക്കണമല്ലോ, ഫോൺ എടുത്താൽ മാത്രം പോരല്ലോ അല്ലേ? അപ്പോൾ കഴിയുന്നത് വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ആയിക്കോട്ടോ. നമ്മളിപ്പോൾ ഒരുപാട് പണി ഉണ്ടായിട്ടും കാര്യമില്ല. ഒരു പണി കഴിഞ്ഞതിൽ വിളിച്ച ആരും പണി എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അല്ലാതെ തന്നെ എനിക്ക് പണികളൊക്കെ ശരിക്കും നമ്മളെ പെൻഡിങ്ങിലുള്ള വർക്കുകളുണ്ട്, നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അതെ. അപ്പോൾ അതിന്റെ പേരിൽ നിങ്ങൾക്ക് സംശയം ചോദിക്കാനോ പുതിയ പണിയെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ എന്തും ചോദിച്ചോട്ടെ. പണിയെ പറ്റി, വർക്കിനെ പറ്റി എന്ത് സംശയം, എന്തൊക്കെ സഹായങ്ങൾ വേണമെങ്കിലും ചെയ്തു. വർക്കുകൾ എടുക്കാൻ ടൈം വേണമല്ലോ അല്ലേ? വർക്കുകളുടെ ഒരു ബുദ്ധിമുട്ട്. പിന്നെ അത് മാത്രമല്ല വർക്കിംഗ് ടൈമിൽ കഴിയുന്നതും വിളിക്കാതിരിക്കുക അല്ലേ? വർക്കിംഗ് ടൈമിൽ വിളിക്കാതിരുന്നാൽ വളരെ നല്ലതാണ്. ഇതിപ്പോ ഇത് ആർച്ചിന്റെ മോൾ ഭാഗം അല്ലേ? ഇത് ഇങ്ങനെയാണ് വരിക, ഇപ്പുറത്തേക്ക് മറച്ചിട്ടിട്ട് വരും. ഇവിടെ ഇത് അടിഭാഗമാണ് അല്ലേ? ഇതിന് എങ്ങനെയാ വരിക അതിന്റെ ഡിസൈന്?
ഇനി ഈ കല്ല് ഇനി ഇങ്ങനെ റൗണ്ട് ചെയ്യും, അങ്ങനെ ഇങ്ങനെ റൗണ്ട് ആകും. അതിന്റെ എഡ്ജ് റൗണ്ട് ആയി നിൽക്കും. അപ്പോൾ ശരിക്കും ഒരു ഹാഫ് സർക്കിൾ ആകും. അപ്പോൾ എന്താ വെച്ചാൽ അതിന്റെ അടി ആ ഷേപ്പിൽ നിൽക്കണം. അതിന്റെ പേരിൽ തട്ട് മുട്ട് എന്ത് ചെയ്താലും അതിന്റെ എഡ്ജ് പോവില്ല, അതിന്റെ ഭംഗി ഒരിക്കലും പോവില്ല. ഇതാണ് ഇതിന്റെ ഷേപ്പ് കല്ലിൽ. ഇങ്ങനെയാണ് ആർച്ചിന്റെ ഷേപ്പ്. ഇതിനൊക്കെ ഒരു അളവുണ്ട് കേട്ടോ. ഈ അളവ് അതിന്റെ റേഡിയസ് കറക്റ്റ് ആയിട്ട് എടുത്തിട്ട് ഇത് എടുക്കണം. അതിന്റെ ആ ലെങ്ത് നോക്കിയിട്ട് എത്രത്തോളം ആർച്ച് വളയണം എന്നൊക്കെ നോക്കിയിട്ട് നോക്കണം. എന്നിട്ട് അതിന്റെ റേഡിയസ് എത്ര വരും എന്ന് അതിന്റെ ചുറ്റളവ് എത്ര വരും നോക്കിയിട്ട് അതിന് എത്ര കല്ല് എണ്ണം വേണമെന്ന് നോക്കണം. അതിനൊക്കെ നമുക്ക് കണക്കുണ്ടല്ലോ. പയ്യ 6 എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പയ്യ × 6 എടുത്താൽ അതിന്റെ സർക്കിളിന്റെ അറിയാം, ചുറ്റളവ് അറിയാം. അതിന് ഇതിന്റെ തിക്നെസ് കുറച്ചാൽ മതി. ഓക്കെ, കണക്ക് നോക്കണം. അപ്പോൾ അതിന്റെ ഈ ഒരു ബാക്ക് സൈഡ് പടവ് ചെയ്ത ഈ ഒരു ലെവലിൽ ഇവിടെ അങ്ങനെ ഇന്നിപ്പോൾ പടവ് ചെയ്താണിത്. ഇതൊക്കെ ഇനി അടച്ചതിന് ശേഷം ഗ്രൈൻഡ് ചെയ്ത് ലെവലാക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇവിടെ മോശം കല്ലുകളാണ് അവിടെയൊക്കെ വന്നത് അല്ലേ? ഉള്ളതിൽ മോശം കല്ലുകൾ അങ്ങോട്ട് ബാക്കോട്ട് ചെയ്യില്ല. അപ്പോൾ വർക്ക് നടക്കട്ടെ, ഞങ്ങൾ ശല്യപ്പെടുത്തുന്നില്ല. ഇനിയും കാണാം നമുക്ക്. ഓക്കെ.